ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് ലൈംഗിക പീഡന പരാതി നൽകി യുവതി. സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് തെളിവുകൾ കൈമാറി. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർതൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി അർച്ചനയുടെ കുടുംബം. അർച്ചനയെ കൊലപ്പെടുത്തിയതാണെന്ന് അച്ഛൻ ഹരിദാസ്. ഭർത്താവ് ഷാരോണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയെ കുരുതിക്കളമാക്കി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ. സമയത്തെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലും മത്സരപ്പാച്ചിലും പതിവായിട്ടും കണ്ണടച്ച് പോലീസും മോട്ടോർ വാഹന വകുപ്പും. ശബരിമലയിൽ ദർശനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. ബുക്കിംഗ് തീയതിയും സമയവും തെറ്റിച്ചുവരുന്ന ഭക്തരെ കടത്തിവിടേണ്ട എന്ന് നിർദ്ദേശം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡ് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ലേബർ കോഡ് പിൻവലിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാനും തീരുമാനം. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് ലൈംഗിക പീഡന പരാതി നൽകിയ യുവതി. നേരിട്ടെത്തി തെളിവുകൾ ഉൾപ്പെടെയാണ് യുവതി പരാതി കൈമാറിയത്. പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറും. വാട്സപ്പ് ചാറ്റുകൾ, ഓഡിയോ സംഭാഷണം ഉൾപ്പെടെ കൈമാറി. പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്ന പേരിൽ നേരത്തെ രാഹുലിനെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ പരാതിയൊന്നും ലഭിച്ചിരുന്നില്ല. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർതൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി അർച്ചനയുടെ കുടുംബം. അർച്ചനയെ കൊലപ്പെടുത്തിയതാണെന്ന് അച്ഛൻ ഹരിദാസ്. മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ 20 വയസ്സുള്ള അർച്ചനയെയാണ് കഴിഞ്ഞ ദിവസം തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനക്കലക്കടവ് വെളിയത്തുപറമ്പിൽ ഹരിദാസന്റെയും ജിഷയുടെയും മകളാണ് മരിച്ച അർച്ചന. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്ത വരന്തരപ്പള്ളി പോലീസ് ഷാരോണിനെ കസ്റ്റഡിയിലെടുത്തു. 7 മാസം മുൻപായിരുന്നു ഷാരോണിന്റെയും അർച്ചനയുടെയും പ്രണയവിവാഹം. അന്നു മുതൽ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ അനുവദിക്കാറില്ലായിരുന്നുവെന്ന് അച്ഛൻ ഹരിദാസ് പറഞ്ഞു. അത്രയും ക്രൂരമനസാവിന്റെ രണ്ടും ഞാൻ പരാതി കൊടുത്തിരുന്നു. എന്നും ഫോൺ വിളിക്കാൻ സമ്മതിക്കാറില്ല. എങ്ങനെ വിളിച്ചപ്പോൾ എപ്പോഴും ഭയങ്കര സംശയമാണ് അവന്. എവിടേക്ക് പോകണമെങ്കിലും അവൻ ഉണ്ടാവും കൂടെ, എന്നിട്ട് കൂടെ കൊണ്ടുപോലും ഇതൊക്കെ ഭയങ്കര ഒരു ക്രൂര മനസ്സാണ് അവൻ. കഞ്ചാവ് കേസിലും ഒക്കെ പ്രതിയാന്ന് ഞങ്ങൾക്കറിയാം. ഇതൊക്കെ അറിഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോളെ നീ ഇതൊന്നും ചെയ്യല്ല, നീ എന്ത് ബുദ്ധിമുട്ടുണ്ട്, നീ വീട്ടിൽ പോകുന്നോളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളോട് വന്നില്ലല്ലോ, അവിടെ ഇങ്ങനെയാണല്ലോ വന്ന്. അർച്ചന ഭർതൃവീട്ടിൽ വലിയ തോതിൽ മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നു. വിവാഹത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മകൾ നല്ല നിലയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഷാരോൺ സംശയത്തോടുകൂടിയാണ് മകളെ കണ്ടിരുന്നതെന്നും ഫോൺ വിളിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും കുടുംബം പറഞ്ഞു. മകളെ ഒരിക്കൽ അളഗപ്പനഗർ പോളിടെക്നിക്കിനു മുൻപിൽ വെച്ച് മർദ്ദിച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോൾ അർച്ചനയെ കൊല്ലുമെന്നും ആരും ചോദിക്കാൻ വരണ്ട എന്നുമായിരുന്നു ഷാരോണിന്റെ പ്രതികരണമെന്നും അർച്ചനയുടെ സഹോദരി അനു പറഞ്ഞു. അവിടെ വിളിച്ചപ്പോൾ അവിടെ തല്ലി എന്നുള്ളത് അറിഞ്ഞിട്ടാ. അതും ഞങ്ങളെ അറിയിച്ചത് ആ കോളേജിൻ്റെ സെക്യൂരിറ്റി ചേട്ടനാണ്. അപ്പം അറിഞ്ഞപ്പോൾ തന്നെ അവളായിട്ട് എന്നെ സംസാരിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല അവൻ. പിന്നെയെന്ന് പറഞ്ഞാൽ അവൾക്ക് ഫോണില്ല, ഓൾറെഡി അവൻ്റെ ഒരു ഫോണുള്ളത്. ആ ഒരു ഫോണിലേക്ക് അവനെ വിളിച്ചാലും അവളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല. അവൻ കൂടുതലും എടുക്കില്ല. ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറുമില്ല അവൻ. തല്ലിയെന്ന് പറഞ്ഞ് വിളിച്ചെന്ന് അവൻ എന്നോട് പറയാൻ കൂടി ചെയ്തതാ. അവളെ പൊന്നു. അർച്ചനയുടെ മരണത്തിൽ ശരിയായ അന്വേഷണം നടത്തണമെന്നും ഷാരോണിന്റെയും കുടുംബത്തിന്റെയും പങ്ക് പരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ചാലക്കുടി ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. TCV ന്യൂസ്, പുതുക്കാട്.
വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതിയെ ഭർതൃഗൃഹത്തിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ ഭർത്താവ് ഷാരോണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മരിച്ച അർച്ചനയുടെ അച്ഛൻ ഹരിദാസന്റെ പരാതിയിൽ വരന്തരപ്പള്ളി പോലീസ് ഗാർഹിക പീഡനത്തിനും സ്ത്രീധന മരണത്തിനും കേസെടുത്തിരുന്നു. ഷാരോൺ വരന്തരപ്പള്ളി പുതുക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ കഞ്ചാവ് ഉപയോഗിച്ച കേസിലും മദ്യലഹരിയിൽ അപകടകരമായ വിധം വാഹനമോടിച്ച കേസിലും പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയെ കുരുതിക്കളമാക്കി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മത്സരപ്പാച്ചിൽ. സമയത്തെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലും മത്സരപ്പാച്ചിലും പതിവായിട്ടും കണ്ണടച്ച് പോലീസും മോട്ടോർ വാഹന വകുപ്പും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ അപകടമുണ്ടായ ഊരകം സൗത്ത് ബസ് സ്റ്റോപ്പിലാണ്. ഇന്നലെ ഇവിടെ ഒരു സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണമായ അന്ത്യം സംഭവിക്കുകയുണ്ടായി. ഈ റൂട്ടിൽ, അതായത് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിൽ അപകടങ്ങൾ പതിവാവുകയാണ്. ബസ്സുകളുടെ മത്സരപ്പാച്ചിലും അടുത്തടുത്തുള്ള സമയത്തിൻ്റെ വ്യത്യാസമില്ലാതെ അടുത്തടുത്ത സമയങ്ങളിൽ ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നതുമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും പറയുന്നത്. 40 കിലോമീറ്റർ ദൈർഘ്യമുള്ള തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ 40ഓളം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഉൾപ്പെടെ 100ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ചെറിയ സമയ വ്യത്യാസത്തിൽ പെർമിറ്റ് നൽകിയിരിക്കുന്നതിനാൽ ബസ്സുകൾ തമ്മിൽ മത്സരയോട്ടം പതിവാണ്. ഈ മത്സരയോട്ടമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. അതുകൂടാതെ റോഡിൻ്റെ വീതി, റോഡ് മുഴുവൻ കയ്യേറി വാഹനങ്ങൾ. മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങളുടെ പെർമിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ റോട്ടിൽ വളരെ തുച്ഛമായിട്ട് 1-2 ലിമിറ്റഡ് സ്റ്റോപ്പിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ആവശ്യമില്ലാതെ ഇത്രയധികം ലിമിറ്റഡ് സ്റ്റോപ്പ് ഇവിടെ അനുവദിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അനുവദിക്കുകയാണെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റെങ്കിലും ഒരു ബസ്സിന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. ഇവിടെ ജനങ്ങൾ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങേയറ്റത്തെ അനാസ്ഥയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിസരത്തു നിന്നും നിൽക്കുന്നത്. ഓട്ടത്തിനിടെ മറ്റു ബസ്സുകാരുമായി സമയത്തെ ചൊല്ലി തർക്കിച്ച് യാത്രക്കാരെ ഭീതിയിലാക്കി അമിത വേഗതയിൽ സർവീസ് നടത്തുന്ന ഡ്രൈവർമാരും ഈ റൂട്ടിലെ ബസ്സുകളിൽ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ബസ്സുകൾക്ക് മിനിറ്റുകൾ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഇവിടെ പെർമിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബസ്സുകളെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമില്ല. എല്ലാ വണ്ടികളും ഒരേ സമയം ഒരു മിനിറ്റിൽ പാസ് ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ, പുതിയ റോഡ് പണിതെങ്കിലും അതിന് വീതി കൂട്ടിയിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഫ്യൂച്ചറിൽ കണ്ടിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കണ്ടമാനം വാഹനങ്ങൾ ഇറങ്ങുന്നതുകൊണ്ട് ആക്സിഡൻറ്റിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ സമയക്രമം പുനഃക്രമീകരിക്കുകയും ബസ് ജീവനക്കാർ ലഹരിയിൽ ജോലി ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുകയും ചെയ്ത് അപകടങ്ങൾ ഇല്ലാതാക്കാൻ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ഒന്നാമത്തെ കാരണം അമിതവേഗതയാണ്. ബസ്സുകളുടെ അമിതവേഗത, പിന്നെ പെർമിറ്റ് 5 മിനിറ്റ് കൂടുമ്പോഴുള്ള പെർമിറ്റുകൾ, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്കുള്ള പെർമിറ്റുകൾ ടൈമിങ്ങിൽ അടുത്തുള്ള ടൈമിങ് വന്നതുകൊണ്ട് തിരക്ക്. പിന്നെ പുതിയ റോഡ് നിർമ്മാണത്തിന് ശേഷം ചില സ്ഥലങ്ങളിൽ വീതി കുറവുണ്ട്. ലഹരി ഉപയോഗം ഉള്ള ആളുകൾ വണ്ടികളിൽ ഓടിക്കുന്നതായിട്ട് പരക്കെ പരാതിയുണ്ട്. മെയിൻ കാരണം ഓവർ സ്പീഡ് ഞാൻ ഓവർടേക്ക് ചെയ്യുക, വളവുകളിലൊക്കെ ഓവർടേക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിത്യസംഭവമാണത്. കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ട് യാത്രക്കാർക്ക് ഇപ്പോഴും ഒരു പേടി സ്വപ്നമായി തുടരുകയാണ്. നിരന്തരം ഉണ്ടാകുന്ന അപകടങ്ങളാണ് അതിന് കാരണം. ഇതിന് ശാശ്വതമായൊരു പരിഹാരം അത്യാവശ്യമാണ്. ഊരകത്തു നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. ശബരിമലയിൽ ദർശനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. ബുക്കിംഗ് തീയതിയും സമയവും തെറ്റിച്ചു വരുന്ന ഭക്തരെ കടത്തിവിടേണ്ട എന്ന് നിർദ്ദേശം. ശരിയായ ബുക്കിംഗ് കൂപ്പൺ ഉള്ളവരെ മാത്രം പമ്പയിൽ നിന്നും മുകളിലേക്ക് കടത്തിവിട്ടാൽ മതിയെന്ന് ചീഫ് പോലീസ് കോർഡിനേറ്റർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇക്കാര്യം കർശനമായി നടപ്പാക്കണം. ബുക്കിംഗ് കൂപ്പണുകളിൽ ക്രമക്കേടുകൾ വരുത്തുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ദർശനത്തിന് വലിയ ഭക്തജന തിരക്കാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. പല ദിവസങ്ങളിലെടുത്ത ബുക്കിംഗ് കൂപ്പണുകളുമായി ദർശനത്തിനെത്തുന്നുണ്ട്. ഇക്കാര്യം സർക്കാരും ദേവസ്വം ബോർഡും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. തുടർന്നാണ് നിയന്ത്രണം കടുപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. നേരത്തെ ഏതു ദിവസത്തെ ബുക്കിംഗ് കൂപ്പണുമായി എത്തിയാലും കടത്തിവിടുന്ന സ്ഥിതിയായിരുന്നു. ബുക്കിംഗ് തീയതിയും സമയവും മാറിയാൽ ഇനി കടത്തിവിടില്ല. ബുക്കിംഗ് ഇല്ലാത്തവർക്ക് സ്പോട്ട് ബുക്കിംഗ് എടുത്തു മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ബുക്കിംഗ് എടുത്തവരെ കൃത്യസമയം പാലിക്കണമെന്ന് SMS-ലൂടെ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം.
ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡ് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലേബർ കോഡ് പിൻവലിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ യോഗം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ഡിസംബർ 19 ലേബർ കോൺക്ലേവ് നടത്തും. ലേബർ കോഡിനെ എതിർക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാരെ യോഗത്തിലേക്ക് ക്ഷണിക്കും. സംസ്ഥാനങ്ങൾക്ക് മാത്രമായി പ്രത്യേക തൊഴിൽ നിയമം ഉണ്ടാക്കുന്നതിനുള്ള സാധ്യത യോഗം ചർച്ച ചെയ്യും. ഡിസംബർ 19 ശേഷം കേന്ദ്രമന്ത്രിയെ കണ്ട് ലേബർ കോഡ് പിൻവലിക്കാൻ നിവേദനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇരിഞ്ഞാലക്കുട കരൂപ്പടന്ന പാലപ്രക്കുന്ന് പ്ലാസ്റ്റിക് അലങ്കാര വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിൽ വൻ തീപിടുത്തം. മച്ചിങ്ങത്ത് ഷൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഈ സമയം തൊഴിലാളികൾ ആരും ഗോഡൌണിൽ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഗോഡൌണിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ മുഴുവൻ കത്തിനശിച്ചു. ഏകദേശം 1 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത്. വലിയ രീതിയിൽ തീയും പുകയും ഉയർന്നതിനാൽ സമീപത്തുള്ള വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിയിരുന്നു. തൃശൂർ, മാള, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാണോ തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമല്ല. അതേസമയം സമീപത്ത് വെൽഡിംഗ് ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിലെ തീപ്പൊരി പ്ലാസ്റ്റിക്കിലേക്ക് വീണതാണോ അഗ്നിബാധയ്ക്ക് കാരണമെന്ന് സംശയവും നിലനിൽക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പുതുക്കിയ മുന്നറിയിപ്പ് അനുസരിച്ച് അടുത്ത 5 ദിവസം ഇടത്തരം മഴയ്ക്കും ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പച്ചക്കറി വരവ് കുറഞ്ഞതോടെ ദിനംപ്രതി വിലയേറുന്നു. പയർവർഗ്ഗങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തേക്കാൾ മൊത്തവിപണിയിൽ വില കൂടി. നാടൻ പയറിന് 60 രൂപയും വെണ്ടയ്ക്കയ്ക്ക് 55 രൂപയുമായി. കഴിഞ്ഞ ദിവസത്തേക്കാൾ 5 മുതൽ 10 വരെയാണ് വില കൂടിയത്. മുരിങ്ങയ്ക്ക് കിലോയ്ക്ക് 400 രൂപയാണ് വില. ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, അമരക്കായ എന്നിവയുടെയും വില ഉയർന്നു. സഹകരണ സംഘത്തിലെ നിക്ഷേപ സംഖ്യ കാലാവധി കഴിഞ്ഞിട്ടും നൽകാതെ വന്ന കേസിൽ പ്രതികളായ സഹകരണ സംഘം ഡയറക്ടർമാരുടെ ജാമ്യാപേക്ഷ തള്ളി. തൃശൂർ കിഴക്കേക്കോട്ടയിൽ ബിഷപ്പ് പാലസ് റോഡിൽ പ്രവർത്തിച്ചിരുന്ന അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ നിക്ഷേപിച്ച സ്ഥിര നിക്ഷേപ സംഖ്യ കാലാവധി കഴിഞ്ഞിട്ടും നൽകാതെ വന്ന സംഭവത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു. പ്രതികളായ എൽത്തുരുത്ത് ലാലൂർ റോഡിൽ പറത്താള മുരളീധരൻ, PR മുരളീധരന്റെ ഭാര്യ രാജേശ്വരി, മക്കളായ അഖിൽ മുരളി, ആഷിഖ് മുരളി, അഖിൽ മുരളിയുടെ ഭാര്യ അഞ്ജു KS എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തൃശൂർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി TP സൈദലവി തള്ളിയത്. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ കാർ ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. മേലെ പട്ടാമ്പി സ്വദേശി വയസ്സത്തൊടി വീട്ടിൽ സുബൈറിനെയാണ് ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലായിരുന്നു സംഭവം. ചൊവ്വന്നൂർ വെള്ളിത്തുരുത്തി ചിറളയത്ത് മുകുന്ദൻ, സുജാത ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ സുബൈർ ഓടിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടമുണ്ടായിട്ടും കാർ നിർത്താതെ സുബൈർ കടന്നുകളഞ്ഞു. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പട്ടാമ്പിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. SI ആസിഫ്, CPOമാരായ പ്രവീൺ, നിബിൻ, അലക്സ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃത്താലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് ഗുരുതരമായ പരിക്ക്. കോട്ടയിൽ അഷ്റഫിന്റെ മകൻ ബിലാലിനെയാണ് തെരുവുനായ്ക്കളുടെ കൂട്ടം ആക്രമിച്ചത്. കളിക്കുന്നതിനിടെ കുട്ടിയെ നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു. മുഖത്ത് കടിയേറ്റ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വെള്ളറക്കാട് ചെറുമനങ്ങാട് നെല്ലിക്കുന്നിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. മണ്ണെടുപ്പ് നടത്തിയിരുന്ന വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. ഒരു JCBയും 2 ടിപ്പർ ലോറികളും ആണ് പോലീസ് പിടികൂടിയത്. 2 ദിവസമായി വൻതോതിലുള്ള മണ്ണെടുപ്പാണ് നടന്നിരുന്നത്. വീട് നിർമ്മാണത്തിനു വേണ്ടിയാണ് മണ്ണെടുത്തിരുന്നത് എന്നാണ് സ്ഥലം ഉടമ പറയുന്നത്. എന്നാൽ മണ്ണ് ഖനനം ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനുമുള്ള രേഖകളും പാസും ഉണ്ടായിരുന്നില്ല. പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യം സമാപിച്ചു. സമാപന സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അന്യോന്യ പരിഷത്ത് സെക്രട്ടറി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. നാറാസ് നാരായണൻ നമ്പൂതിരി, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ സുനിൽ കർത്ത, M. മനോജ് കുമാർ, അഖിൽ നന്ദകുമാർ, പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരർക്കെതിരെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത് തന്ത്രിയുടെ അറിവോടെയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നും പത്മകുമാറിന്റെ മൊഴിയിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയതും തന്ത്രിയാണ്. അതുകൊണ്ടാണ് പോറ്റിയെ വിശ്വസിച്ചതും കൂടുതൽ അടുപ്പം കാണിച്ചതും. പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി നേരത്തെ പരിചയമുണ്ടെന്ന് പോറ്റി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പത്മകുമാർ മൊഴിയിൽ വ്യക്തമാക്കുന്നു. ചെമ്മാപ്പള്ളി വടക്കുമുറി സ്വദേശി നിതീഷിനെ ആക്രമിച്ച കേസിലെ പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്രയാർ കിഴക്കേക്കോട്ട സ്വദേശി മാളുത്തറ വീട്ടിൽ സനത്ത്, സഹോദരൻ സന്ദീപ്, വടക്കുമുറി സ്വദേശി വടക്കുംതുള്ളി വീട്ടിൽ ഷാരോൺ, ചാഴൂർ സ്വദേശി അടിയാറ വീട്ടിൽ നവനീത്, താന്യം സ്വദേശി ചാരിച്ചട്ടി വീട്ടിൽ അഭിജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോരെ. തെരഞ്ഞെടുപ്പ് ഗോതയിൽ കൂട്ടിയും കിഴിച്ചും വിജയതന്ത്രങ്ങൾ മെനഞ്ഞ് മുന്നണികൾ. വീടുകൾ കയറിയുള്ള പ്രചാരണ രംഗത്ത് സജീവമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ. തൃശൂർ കോർപ്പറേഷൻ 3ാം ഡിവിഷനായ പാട്ടുരായ്ക്കൽ പിടിച്ചെടുക്കാനുള്ള തീവ്രശ്രമത്തിലാണ് 3 മുന്നണികളും. നിലവിൽ BJPയുടെ സിറ്റിംഗ് സീറ്റായ ഡിവിഷൻ നിലനിർത്താനുള്ള കഠിന ശ്രമത്തിലാണ് NDA. NDAയ്ക്ക് വേണ്ടി ഇത്തവണ മത്സരരംഗത്തുള്ളത് BJP തൃശൂർ വെസ്റ്റ് മണ്ഡലം സെക്രട്ടറി AV കൃഷ്ണമോഹനാണ്. ഇത് 2ാം തവണയാണ് കൃഷ്ണമോഹൻ ഇവിടെ നിന്ന് ജനവിധി തേടുന്നത്. ഡിവിഷനിലെ വികസന തുടർച്ച ലക്ഷ്യമിട്ടാണ് ഇത്തവണ മത്സരത്തിനിറങ്ങുന്നതെന്നും വിജയം ഉറപ്പാണെന്നുമാണ് കൃഷ്ണമോഹൻ പറയുന്നത്. നന്നായി പോകുന്നുണ്ട് പ്രചരണ പരിപാടികൾ. കഴിഞ്ഞ 5 വർഷം നമ്മൾ BJPയുടെ സ്ഥാനാർത്ഥിയെ BJPയുടെ കൗൺസിലറായിരുന്നു. അവരൊരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയാണ് ഇനി വരാൻ പോകുന്ന കോർപ്പറേഷൻ ഇലക്ഷന് ജയിക്കുന്ന കാൻഡിഡേറ്റായ ഞാൻ ഇനി നടത്താൻ പോകുന്നത്. വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. പൂർണ്ണമായ എല്ലാ പിന്തുണയും എൻ്റെ നാട്ടിലെ ജനങ്ങൾ എനിക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു റൗണ്ട് കഴിഞ്ഞു ഏകദേശം. ഇനി 2ാം റൗണ്ടാണ്. എല്ലാവരും നല്ല പിന്തുണ നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ അതിനു മുമ്പുള്ള കൗൺസിലർ ചെയ്ത് വയ്ക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഞങ്ങളുടെ BJPയുടെ കൗൺസിലർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വെള്ളക്കെട്ട് പ്രശ്നം എന്ന് പറയുന്നത്. അത് മറ്റേ സൂര്യകാടനിലെ മുട്ടിത്തടി പാലം എന്ന് പറഞ്ഞൊരു പാലുണ്ട്. അതിൻ്റെ വലിയ ഒരു അപാകത അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവിടെ വെള്ളം കയറി അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ലാബ് റോഡുകൾ അവിടെ ഇപ്പോൾ ഞങ്ങളുടെ കൗൺസിലർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് അപ്പുറം വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കൗൺസിലർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായ വിശ്വാസമാണ് ജയിക്കും എന്നുള്ളത്.
പാട്ടുരായ്ക്കലിന്റെ വികസന മുരടിപ്പ് ഉയർത്തിക്കാട്ടി 15 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ഡിവിഷൻ തിരിച്ചുപിടിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് LDF. ഇത്തവണ LDF സ്ഥാനാർത്ഥിയെ കന്നി അംഗത്തിനിറങ്ങുന്നത് P. പങ്കജാക്ഷനാണ്. CPM പാട്ടുരായ്ക്കൽ ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവും കൂടിയാണ് ഇദ്ദേഹം. നിലവിൽ LDFന് അനുകൂലമായ അന്തരീക്ഷമാണുള്ളതെന്ന് പങ്കജാക്ഷൻ പറയുന്നു. നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. അനുകൂലമായൊരു അന്തരീക്ഷമാണുള്ളത്. ഇപ്പോൾ 2005 നമ്മൾ ആദ്യം ജയിച്ചത്. അതിനുശേഷം ഇതുവരെ BJPയും UDF മാറി മാറി ജയിച്ചിട്ടുള്ള ഒരു സീറ്റാണത്. അതിൻ്റെ ഒരു വികസനം ഈ ഡിവിഷനിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഏത് ജനങ്ങളുടെ അടുത്ത് ചെന്നാലും പെരിങ്ങാവായാലും റോസ് ഗാർഡൻ ആയാലും അതേപോലെ ഗ്രീൻ പാർക്കിലായാലും അതുമാതിരി വികാസ് നഗറിൽ എവിടെ പോയാലും ജനങ്ങൾക്ക് പറയാനുള്ളത് വെള്ളക്കെട്ട് മാത്രമേ ഉള്ളൂ. യഥാസമയത്ത് അതിനെ പറ്റിയുള്ള പ്രൊജക്റ്റ് തയ്യാറാക്കി കോർപ്പറേഷനിൽ സമർപ്പിക്കാതാണ് അതിലേറ്റവും വലിയ പരാജയമായിട്ടുള്ളത്. നല്ല വിജയപ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. കോൺഗ്രസ് പാട്ടുരായ്ക്കൽ മുൻ കൗൺസിലറും കിഴക്കുംപാട്ടുകര സിറ്റിംഗ് കൗൺസിലറുമായ ജോൺ ഡാനിയലാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പാട്ടുരായ്ക്കൽ ഡിവിഷനെ മതേതര ജനാധിപത്യ ചേരിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകുമെന്നും ജോൺ ഡാനിയൽ കൂട്ടിച്ചേർത്തു. തീർച്ചയായും പാട്ടുരായ്ക്കൽ ഡിവിഷനെ ഒരു മതേതരത്വ ജനാധിപത്യ ചേരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ്. പ്രത്യേകിച്ച് വികസനങ്ങൾ നടപ്പിലാക്കാത്തൊരു ഡിവിഷനാണ്. അതുപോലെ തന്നെ നേരത്തെ കൗൺസിലറായിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ പുതിയ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു മാതൃകാ ഡിവിഷനാക്കി പാട്ടുരായ്ക്കലിനെ മാറ്റുക. പിന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥാനാർത്ഥിയല്ല. എല്ലാവരുമായി നേരത്തെ കൗൺസിലറുമായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് നല്ല രീതിയിൽ ഇടപഴകാനും പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ചെയ്യേണ്ടി വന്നിട്ടില്ല. ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ നല്ല ആത്മവിശ്വാസമാണ്, നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത്. കോർപ്പറേഷനിലെ 56 ഡിവിഷനിൽ നിന്നും ഒരു മാതൃകാ ഡിവിഷനാക്കി പാട്ടുരായ്ക്കലിനെ മാറ്റുവാനുള്ള ഒരു പദ്ധതിയും പ്രൊജക്റ്റ് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് വലിയ പാട്ടുരായ്ക്കൽ ജംഗ്ഷൻ പോലെയുള്ള വലിയ തിരക്കേറിയ ജംഗ്ഷൻ, വലിയ വാഹനഗതാഗതക്കുരുക്കുള്ള ജംഗ്ഷൻ പോലെ അതൊക്കെ മാറ്റിയെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് പാട്ടുരായ്ക്കലിനെ നയിക്കുവാനാണ് ശ്രമിക്കുന്നത്. കനത്ത വിജയപ്രതീക്ഷയാണ്. അതൊരു അമിതവിശ്വാസമല്ല, ജനങ്ങൾ തരുന്ന ഒരു ആത്മവിശ്വാസമാണ്. ഇപ്പോൾ ഒരു റൗണ്ട് ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രതികരണം ഒരു നല്ല രീതിയിലുള്ള അമിതമല്ലാത്ത ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികൾ നൽകാൻ സംവിധാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികൾ പൊതുനിരീക്ഷകന് നൽകാം. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കുള്ള പരാതികളും നിർദ്ദേശങ്ങളും 9447039773 എന്ന ഫോൺ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ നൽകാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് ചൂടിൽ തൃശൂർ കോർപ്പറേഷനിലെ 15-ാം ഡിവിഷൻ ഒല്ലൂക്കരയും 3 മുന്നണി സ്ഥാനാർത്ഥികളും വോട്ടർമാരുടെ മനസ്സിൽ ഇടം നേടാനുള്ള ഓട്ടത്തിലാണ്. തൃശൂർ കോർപ്പറേഷൻ 15-ാം ഡിവിഷൻ ഒല്ലൂക്കരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒല്ലൂക്കര പിടിക്കാനായി ഒരു യുവ നേതാവാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. LDF സ്ഥാനാർത്ഥി TR പ്രദീപ് കുമാർ. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. ഞങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം 1-ാം റൗണ്ട് പൂർത്തീകരിച്ചു. ഏകദേശം ഇവിടെ 1300-നടുത്ത് വീടുകളാണുള്ളത്. 5600-നടുത്തോളം വോട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 1-ാം റൗണ്ട് ഞങ്ങളൊരു ഇന്നലത്തോടു കൂടി പൂർത്തീകരിക്കുകയും അതിനിടയിൽ തന്നെ പ്രധാനപ്പെട്ട ചില ആളുകളെ കാണുന്ന ഉൾപ്പെടെയുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഏകദേശം ഒരു വിധം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്ര നാളായി ഈ ഒരു രാഷ്ട്രീയ രംഗത്തിലേക്ക് പ്രവേശിച്ചിട്ട്? എന്നെ അറിയണവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. ഞാൻ AISFൻ്റെ ഗവൺമെൻറ് കോളേജ് കുട്ടനല്ലൂരിലെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് ആരംഭിക്കുകയാണ് എൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം. ഇപ്പോൾ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ യുവജന രംഗത്ത് ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ യുവജന രംഗത്തേക്ക് എന്താണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ? തീർച്ചയായും ഇപ്പം ഞാൻ മത്സരിക്കുന്ന നമ്മുടെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒല്ലൂക്കര ഡിവിഷനാണ്, 15-ാം നമ്പർ. ഈ ഡിവിഷനകത്ത് വിവിധങ്ങളായ ഒട്ടനവധിയായ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും സുപ്രധാനമായ മുദ്രാവാക്യം വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും കരുതലിൻ്റെയും രാഷ്ട്രീയമാണ്. ആ വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും കരുതലിൻ്റെയും രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ വിദ്യാർത്ഥി യുവജനങ്ങൾ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരാളെന്നുള്ള രീതിയിൽ തീർച്ചയായും യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഗുണകരമാകുന്ന ഒട്ടനവധിയായ പദ്ധതികൾ കൊണ്ടുവരണമെന്ന ആഗ്രഹമാണ് എനിക്കുള്ളത്. 15-ാം ഡിവിഷൻ ഒല്ലൂക്കര NDA സ്ഥാനാർത്ഥിയായ ഗിരീഷ് കുമാർ ചെറുവാറയുടെ കൂടെയാണ്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. എവിടം വരെയായി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ?
ഒന്നാം റൗണ്ട് എല്ലാ ഭാഗത്തും ഞങ്ങളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് തിരുവാണിക്കാവ് പുതിയതായിട്ട് കയറി വന്നിട്ടുള്ളതാണ്. നമ്മുടെ തിരുവാണിക്കാവ് 19 ഡിവിഷനിൽ നിന്ന് കയറി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ മുഴുവനായിട്ടുള്ളതും ഒന്നാം റൗണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ രണ്ടാം റൗണ്ട് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാടിന് വേണ്ടി എന്തൊക്കെ വികസനങ്ങളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തെല്ലാം തരത്തിലുള്ള വികസനം ഉണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനോടൊപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരുടെ ഒപ്പം തന്നെ ജനങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവണം എന്നുള്ളതും കൂടി ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാർ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ടോ നടപ്പിലാക്കണം എന്നുള്ളത്? അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഞങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ വരെ മറക്കാൻ പാടില്ല ഒരിക്കലും. അത് കാരണം ഞങ്ങൾ നോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിന് ശേഷം നമ്മൾ നടപ്പാക്കാം. വീട്ടിലായാലും നാട്ടിലായാലും എങ്ങനെയുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട്? നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഒരു മാറ്റം അനിവാര്യമാണെന്നാണ് എല്ലാ വീടുകളിലും പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ട്. ഒല്ലൂക്കര ഡിവിഷനിലെ UDF വേണ്ടി മത്സരിക്കുന്നത് കെ ഗോപാലകൃഷ്ണനാണ്. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. പ്രചരണമൊക്കെ എവിടം വരെയായി? പ്രചരണം ഒരു റൗണ്ട് കഴിഞ്ഞു. രണ്ടാമത്തെ റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ചേട്ടൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന വികസനം എന്തായിരിക്കും? ഇവിടെ ശ്യാമള മുരളീധരൻ തുടങ്ങി വെച്ച വികസനത്തിൻ്റെ തുടർച്ചയായിരിക്കും നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വിജയപ്രതീക്ഷയൊക്കെ എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ മത്സരിക്കാൻ പോകുന്നത്. 100% ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഈ നാട്ടുകാരനാണ്. അതേപോലെ തന്നെ ഉപരി കേബിൾ TV ഓപ്പറേറ്ററാണ്. അപ്പോൾ ജനങ്ങളായിട്ട് ഈ ഡിവിഷൻ കിടക്കുന്ന എല്ലാ ഭാഗത്തും ജനങ്ങളൊക്കെ എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ 100% വിജയപ്രതീക്ഷയിലാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്. എൻ്റെ എതിർ സ്ഥാനാർത്ഥികളാണെന്നുണ്ടെങ്കിൽ പുറമെയുള്ള ഡിവിഷനുകളിലും പിന്നെ ഒരാൾ കുട്ടല്ലൂരുള്ള ആളൊക്കെയാണ്. പ്രോപ്പർ അങ്ങോട്ട് ചാലക്കുടിയിലാണ് പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഇവിടെ ഉള്ളത്. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഗിരീഷ് കുമാറാണെങ്കിൽ ഈ ഡിവിഷനിലുള്ളതല്ല. എനിക്ക് ഈ നാട്ടുകാരായിട്ട് അടുത്ത ബന്ധങ്ങളുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ പ്രവർത്തനമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ ജനങ്ങളെ സഹായിക്കാനും കഴിയും. എന്നെ വിജയിപ്പിക്കണമെന്നാണ് ഈ ഇവിടുത്തെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒല്ലൂക്കര ഡിവിഷനിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ ഷിബിക്കൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. ഗുരുവായൂർ നഗരസഭയിലെ 2 വാർഡുകളിലെ പോരാട്ടം കീഴ്ശാന്തി കുടുംബത്തിൽ നിന്നുള്ളവർ തമ്മിലാണ്. കീഴ്ശാന്തി കുടുംബത്തിൽ നിന്ന് 6 പേർ ഇത്തവണ മത്സരരംഗത്തുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കുടുംബമായ തേലമ്പറ്റ് മനയിൽ നിന്ന് 4 പേരാണ് മത്സരിക്കുന്നത്. ഇവർ 4 പേരും BJP സ്ഥാനാർത്ഥികളാണ്. BJP മണ്ഡലം സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ തേലമ്പറ്റ് വാസുദേവൻ നമ്പൂതിരി ചാമുണ്ടേശ്വരി വാർഡിലാണ് മത്സരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സഹോദരിയും ഗുരുവായൂർ ക്ഷേത്രം വാർഡിനെ തുടർച്ചയായി 3 തവണ പ്രതിനിധീകരിച്ച കൗൺസിലറുമായ ശോഭ ഹരിനാരായണൻ ഗുരുപവനപുരി വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. വാസുദേവന്റെ മകൻ ഉണ്ണികൃഷ്ണൻ പാലയൂർ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ജനവിധി തേടുന്നത്. ക്ഷേത്രം കീഴ്ശാന്തി കുടുംബമായ മൂത്തേടത്ത് മനയിലെ നാരായണൻ നമ്പൂതിരിയാണ് ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി. 2 കീഴ്ശാന്തിമാരാണ് ഈ വാർഡിൽ ഏറ്റുമുട്ടുന്നത്. ഉണ്ണികൃഷ്ണന്റെ ഭാര്യ കൃഷ്ണപ്രിയ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മഞ്ജുലാൽ വാർഡിൽ LDF സ്ഥാനാർത്ഥി ചെറുതയൂർ മനയിലെ മായ ഉണ്ണികൃഷ്ണനും കീഴ്ശാന്തി കുടുംബമാണ്. TCV ഗുരുവായൂർ. വടക്കാഞ്ചേരി നഗരസഭയിലെ വിവിധ UDF ഓഫീസുകൾക്ക് നേരെ CPM അക്രമമെന്ന് ആരോപണം. ആര്യമ്പാടം, തിരുത്തിപ്പറമ്പ് എന്നിവിടങ്ങളിൽ പുതിയതായി തുറന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾക്ക് നേരെ അക്രമം നടത്തിയെന്നാണ് ആരോപണം. ഇത്തരം സംഭവങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ പറഞ്ഞു. UDF കടവല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൊരട്ടിക്കര നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി O. അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. UDF കടവല്ലൂർ പഞ്ചായത്ത് ചെയർമാൻ PK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം CK യൂസഫ്, മുന്നണി നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, TS അജിത്, ബിജോയ് ബാബു, അമ്പലപ്പാട്ട് മണികണ്ഠൻ, സുരേഷ് മമ്പറമ്പിൽ, ഉസ്മാൻ കല്ലാട്ടയിൽ, NK അലി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്ഥാനാർത്ഥികളെ ഷാളണിയിച്ച് പരിചയപ്പെടുത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായ സപ്തമി വിളക്ക് തെളിഞ്ഞു. പുരാതന തറവാട്ടുകാരായ നെന്മിനി മനക്കാരുടെ വകയായാണ് സപ്തമി വിളക്ക് ആഘോഷിച്ചത്. വെള്ളിയാഴ്ച പുളിക്കീഴെ വാരിയത്ത് കുടുംബം വക അഷ്ടമി വിളക്ക് ആഘോഷമാണ്. അഷ്ടമി വിളക്ക് മുതൽ ഏകാദശി വരെയുള്ള 4 ദിവസം സ്വർണ്ണക്കോലത്തിലാണ് ഗുരുവായൂരപ്പൻ എഴുന്നള്ളുന്നത്. തിങ്കളാഴ്ച ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെ ഏകാദശി ആഘോഷിക്കും.
ഗുരുവായൂർ ഏകാദശി ദിനമായ ഡിസംബർ 1 ചാവക്കാട് താലൂക്ക് പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. കലോത്സവ വേദികളിൽ മാഫിയ സംഘത്തിന്റെ നേതൃത്വത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നത് എന്ന് കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അസോസിയേഷൻ അറിയിച്ചു. എല്ലാ ജില്ലകളിലും ഇത്തരം മാഫിയ സംഘങ്ങൾ പിടിമുറുക്കിയിരിക്കുകയാണ്. സത്യസന്ധരായ വിധികർത്താക്കൾ മാറ്റി നിർത്തപ്പെടുകയാണെന്നും ഇവർ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KS സുരേഷ്, ജനറൽ സെക്രട്ടറി കലാഭവൻ അലി, RLV ജലജ മധുസൂദനൻ, ഫ്രാൻസിസ് വടക്കൻ, മത്തായി ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 10-ലേറെ വാദ്യോപകരണങ്ങളോടെ അവതരിപ്പിച്ച താളവാദ്യ സമന്വയം ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് വേറിട്ട നാദമധുരമായി മാറി. ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയത്തിലെ ഗുരുക്കന്മാർ ചേർന്നാണ് താളവാദ്യ സമന്വയം അവതരിപ്പിച്ചത്. കർണാട്ടിക് വായ്പാട്ടുകളിലും ഉപകരണ സംഗീത വാദനത്തിലും മതിമറന്നിരിക്കുന്ന ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് താളവാദ്യ സമന്വയം വേറിട്ട അനുഭവമായി. പ്രിൻസിപ്പൽ TV ശിവദാസൻ നാഗസ്വരം വായിച്ച് വാദ്യപരിപാടി നയിച്ചു. നടനത്തിന്റെ അഭാവത്തിലും രസഭാവങ്ങൾ കൈവിടാതെ കൃഷ്ണനാട്ട പദകച്ചേരിയും സംഗീതോത്സവ വേദിക്ക് രസാനുഭൂതി പകർന്നു. ഗുരുവായൂരിന്റെ സ്വന്തം നടനരൂപമായ കൃഷ്ണനാട്ടത്തിന്റെ പദ്യരൂപമാണ് ക്ഷേത്ര കലാനിലയം കലാകാരന്മാർ കൃഷ്ണനാട്ട പദക്കച്ചേരിയിൽ അവതരിപ്പിച്ചത്. SP കൃഷ്ണകുമാർ, KM ശ്രീകുമാർ എന്നിവർ പാട്ടിന് നേതൃത്വം നൽകി. ഡോക്ടർ ബേബി ശ്രീരാമന്റെ കച്ചേരിയും ആകർഷകമായി. സംഗീതോത്സവ വേദിയിൽ രാത്രി നടക്കാറുള്ള വിശേഷാൽ കച്ചേരി സമാപിച്ചു. ഇനി ഏകാദശി വരെ റിലേ കച്ചേരിയാണ്. 15 ദിവസങ്ങളിലായി നടന്നുവരുന്ന സംഗീതോത്സവം ഏകാദശി ദിവസമായ ഡിസംബർ 1 സമാപിക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. കുപ്രസിദ്ധ ഗുണ്ട തൃപ്രയാർ നാട്ടിക ചേർക്കര തണ്ടയാൻ വീട്ടിൽ ബിനു സ്വയനെ കാപ്പ നിയമപ്രകാരം 6 മാസക്കാലത്തേക്ക് നാടുകടത്തി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് കാപ്പ ചുമത്തുന്ന നടപടികൾ സ്വീകരിച്ചത്. സംസ്ഥാനത്ത് 23,608 പേർ HIV ബാധിതരെന്ന് കണക്കുകൾ. കഴിഞ്ഞ വർഷം 1,213 ആളുകളിൽ പുതിയതായി HIV അണുബാധ കണ്ടെത്തി. ജില്ലയിൽ നിലവിൽ 2,914 പേർക്ക് HIV അണുബാധയ്ക്ക് മരുന്ന് നൽകുന്നുണ്ടെന്നും DMO അറിയിച്ചു. ഒരു മാസം ശരാശരി 100 പുതിയ HIV ബാധിതർ ഉണ്ടാകുന്നു. യുവജനങ്ങളിലാണ് ഇത് കൂടുതലായി വർദ്ധിച്ചു വരുന്നതെന്നും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 15 മുതൽ 24 വയസ്സുവരെ ഉള്ളവരിലാണ് വൈറസ് ബാധ കൂടി വരുന്നത്. കേരളം HIV സാന്ദ്രത കുറഞ്ഞ സംസ്ഥാനമാണെങ്കിലും മലയാളികൾ തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വലിയ തോതിൽ കേരളത്തിലേക്കും കുടിയേറുന്നതാണ് വ്യാപന സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഈ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ 818 പേർക്ക് അണുബാധ കണ്ടെത്തി. കഴിഞ്ഞ 3 വർഷത്തിൽ ആകെ 4,477 വ്യക്തികൾ പുതിയതായി അണുബാധിതരായി. ഇവരിൽ 3,393 പുരുഷന്മാരും 1,065 സ്ത്രീകളും 19 ട്രാൻസ്ജെൻഡർ വ്യക്തികളുമാണ്. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ഈ മാസം 30 വൈകിട്ട് 6 മണിക്ക് തെക്കേ ഗോപുരനടയിൽ റെഡ് റിബൺ ആകൃതിയിൽ ദീപം തെളിയിക്കും. ഡിസംബർ 1 റാലി സംഘടിപ്പിക്കും. 10 മണിക്ക് സെന്റ് മേരീസ് കോളേജിലാണ് ജില്ലാതല എയ്ഡ്സ് ദിനാചരണം. പ്രതിസന്ധികൾ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ടെന്നതാണ് ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിന സന്ദേശം. വാർത്താസമ്മേളനത്തിൽ DMO TP ശ്രീദേവി, എയ്ഡ്സ് കൺട്രോൾ ഓഫീസ് ഇൻചാർജ് രേഖ ഗോപിനാഥ്, ക്ലസ്റ്റർ പ്രോഗ്രാം മാനേജർ S സുനിൽകുമാർ, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ CM ശ്രീജ, ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ അൽജോസി ചെറിയാൻ എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. പഴഞ്ഞിയിൽ കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ കക്കാട് സ്വദേശി ജയേഷിനാണ് പരിക്കേറ്റത്. ജെറുസലേം ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് മുൻപിൽ പോവുകയായിരുന്ന ടോറസ് ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ജയേഷിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടിസത്തിന്റെ പരിമിതികൾ മറികടന്ന് സംഗീത ചിത്രകലാ മേഖലകളിൽ സജീവമാകുമ്പോൾ ദേശീയ പുരസ്കാരത്തിന് അർഹത നേടാനായ സന്തോഷത്തിലാണ് ശ്രേയസ് കിരൺ. ഭിന്നശേഷി വിഭാഗത്തിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ശ്രേഷ്ഠ ദിവ്യാംഗൻ പുരസ്കാരമാണ് ഈ 25-കാരനെ തേടിയെത്തിയിരിക്കുന്നത്.
പൂങ്കുന്നം ശ്രീ മൂകാംബിക അപ്പാർട്ട്മെന്റിൽ സുധീർ കുമാർ ശ്രീജ ദമ്പതികളുടെ മകൻ ശ്രേയസ് കിരണാണ് ഈ ദേശീയ തല നേട്ടത്തിന് അർഹനായത്. സംഗീതത്തിലും ചിത്രരചനയിലും ഒരുപോലെ വ്യാപൃതനാണ് ശ്രേയസ് കിരൺ. കർണാട്ടിക് സംഗീതത്തിൽ ബിരുദധാരിയാണ്. 3 വർഷമായി വെളുത്തൂർ മാനവ് സംഗീത അക്കാദമിയിൽ ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിച്ചു വരുന്നു. സതീഷ് ന്യാസാണ് ഗുരുനാഥൻ. നിരവധി ഗാനമേള വേദികളിൽ ശ്രേയസ് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ശ്രേയസ് ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് ഇവിടെ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. അവന് സംഗീതത്തിൽ അവനുള്ള താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെ വളരെ നല്ല രീതിയിൽ അതിന് മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് പാടുക എന്നുള്ളതാണ്. നല്ല ടൈമിങ്, അങ്ങനെയുള്ള ഒരു ഭയങ്കര പ്രത്യേകതയുള്ളൊരു കുട്ടിയാണ്. അവന് ധാരാളം വേദികളിൽ നമ്മൾ കൊണ്ടുപോയി പാടിക്കാറുണ്ട്. നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ അവനെ വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ എല്ലായിടത്തേക്കും എത്തിക്കാറുണ്ട്. അവരുടെ മാതാപിതാക്കളുടെയും നല്ല സപ്പോർട്ടുണ്ട് നമുക്ക്. ശില്പങ്ങൾ വർണ്ണഛായങ്ങൾ നൽകി ഭംഗിയാർന്നതാക്കാൻ സവിശേഷ പാഠവുമുണ്ട് ശ്രേയസിന്. 100 കണക്കിന് ശില്പങ്ങൾക്ക് ജീവൻ തുടിക്കുന്ന വർണ്ണഭംഗി പകരാൻ ശ്രേയസിന് കഴിഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവയുടെ പ്രദർശനവും നടത്തി. ഓൺലൈൻ വഴി ശില്പങ്ങൾ വിൽപ്പന നടത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ തേടുന്നത്. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ പുരസ്കാരങ്ങളും ശ്രേയസ് കിരണിന് ലഭിച്ചിട്ടുണ്ട്. ഡിസംബർ 3 രാഷ്ട്രപതിയിൽ നിന്ന് ശ്രേയസ് കിരൺ ശ്രേഷ്ഠ് ദിവ്യാംഗൻ പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാന സർക്കാരിൻ്റെ ഭിന്നശേഷിക്കാരിലെ മാതൃകാ വ്യക്തിത്വത്തിനുള്ള ഈ വർഷത്തെ പുരസ്കാരവും ശ്രേയസ് കിരണിനായിരുന്നു. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താഴകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. TCV തൃശൂർ. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്ക തീർത്ഥകേന്ദ്രത്തിലെ 100ാമത് പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയം ദീപാലങ്കാരത്താൽ വർണ്ണശോഭിതമായി. കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നാനാവർണ്ണങ്ങളിലുള്ള LED വൈദ്യുതി ദീപങ്ങളാൽ ദേവാലയവും പരിസരവും തിരുനാൾ പ്രഭയിൽ മുങ്ങി. വൈകിട്ട് നടന്ന ചടങ്ങുകൾക്ക് നടത്തറ വികാരി ഫാദർ നോബി അമ്പൂക്കൻ കാർമ്മികത്വം വഹിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കരയുടെ നേതൃത്വത്തിൽ കൂടുതുറക്കൽ ചടങ്ങ് നടക്കും. തുടർന്ന് വാദ്യമേളവും അരങ്ങേറും. ഇവിടെവർക്കും എൻ്റെ വിനീത നമസ്കാരം. 100ാം പ്രതിഷ്ഠ തിരുനാളിന് രാഗം ദീപാലങ്കാര കൺവീനർക്കുള്ള നന്ദി അറിയിക്കുന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,710 രൂപ, പവന് 93,680 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് ലൈംഗിക പീഡന പരാതി നൽകി യുവതി. സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് തെളിവുകൾ കൈമാറി. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി അർച്ചനയുടെ കുടുംബം. അർച്ചനയെ കൊലപ്പെടുത്തിയതാണെന്ന് അച്ഛൻ ഹരിദാസ്. ഭർത്താവ് ഷാരോണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയെ കുരുതിക്കളമാക്കി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മത്സരപ്പാച്ചിൽ. സമയത്തെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലും മത്സരപ്പാച്ചിലും പതിവായിട്ടും കണ്ണടച്ച് പോലീസും മോട്ടോർ വാഹന വകുപ്പും. ശബരിമലയിൽ ദർശനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. ബുക്കിംഗ് തീയതിയും സമയവും തെറ്റിച്ചു വരുന്ന ഭക്തരെ കടത്തിവിടേണ്ട എന്ന് നിർദ്ദേശം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡ് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ലേബർ കോഡ് പിൻവലിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാനും തീരുമാനം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.